കൊച്ചിയുടെ അച്ചി UDF പാഞ്ചാലി ആകില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം വളരെ ഉദ്യോഗത്തോടെ എല്ലാവരും നോക്കിയിരിക്കുന്നത് കൊച്ചി മേയർ ആരാകും എന്നതായിരുന്നു. തുടക്കം മുതൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ അന്നു മുതൽ കേക്കച്ചന്റെ PR സംഘം മാധ്യമങ്ങളിലൂടെ പടച്ചുവിട്ടിരുന്നത് UDF പാഞ്ചാലി ആയിരിക്കും കേക്കച്ചന്റെ കളിക്കൂട്ടുകാരി, ആ UDF പാഞ്ചാലി ആയിരിക്കും മേയർ എന്ന രീതിയിലായിരുന്നു PR നടത്തിയിരുന്നത്. മാധ്യമങ്ങളുടെ ചുമതല ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മാധ്യമങ്ങളുമായി അത്യാവശ്യം നല്ല അടുത്ത ബന്ധം ഉണ്ടാക്കിയ ഈ UDF പാഞ്ചാലി ആ ബന്ധം നന്നായി മുതലെടുത്തു. കേക്കച്ചനെയും കടത്തിവിട്ടുന്ന തരത്തിലുള്ള PR പരിപാടികളാണ് നടത്തിയത്. ഇവരാണ് കൊച്ചിയുടെ മേയർ എന്ന തരത്തിൽ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വരുന്നു, അഭിമുഖം വരുന്നു. ലക്ഷങ്ങൾ പൊടിപൊടിച്ചാണ് ഫോട്ടോഷൂട്ട് കൊച്ചിക്കായലിൽ ഉൾപ്പെടെ നടത്തിയത്. അതുപോലെ മേയറാകുമ്പോൾ ഉടുക്കുവാനായി 1,75,000 രൂപ വരുന്ന മൈസൂർ സിൽക്സിന്റെ ഗോൾഡൻ ജെറിയുള്ള സാരി വരെ ഈ UDF പാഞ്ചാലിക്ക് വേണ്ടി കേക്കച്ചൻ ബംഗളൂരുവിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്നിരുന്നു. ആ സാരി ഇനി എന്നുടുക്കും എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടുന്നത്. കൊച്ചിയുടെ അച്ചിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന അന്ന് ഉടുക്കുവാൻ വേണ്ടി കേക്കച്ചൻ അവർക്ക് പ്രത്യേക താല്പര്യപ്രകാരം പൂവുകൾ വരെ തുന്നിപ്പിടിപ്പിച്ച ആ സാരി ഉടുത്ത് കൊച്ചിയുടെ അച്ചിയായി സത്യപ്രതിജ്ഞ ചെയ്തത് നിർനിമേഷനായി ആ മുൻനിരയിൽ പോയിരുന്ന് കാണുവാൻ കാത്തിരുന്ന കേക്കച്ചൻ അത് സാധ്യമാകുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടുന്നത്. കാരണം i2a ന്യൂസ് ആണ് ഇവരുടെ ഞെട്ടിക്കുന്ന ആ പിന്നാമ്പുറ കഥകൾ പുറത്തുവിട്ടത്. അതോടുകൂടിയാണ് ഇവരാരാണ് എന്ന ആ യഥാർത്ഥ ചരിത്രം കേരളത്തിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾ മനസ്സിലാക്കിയത്. ഇവർ ഈ പാർട്ടിക്ക് ഒരു വിമത സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ചവരാണെന്നും ദയനീയമായി പരാജയപ്പെട്ടതാണെന്നും കേക്കച്ചൻ ഇവരെ മുന്നിൽ നിർത്തിയാണ് പല മുതിർന്ന നേതാക്കന്മാർക്കും തേൻകണി ഒരുക്കിയതെന്നും ഇവർ ഓരോ പ്രാവശ്യവും മത്സരിക്കുമ്പോൾ ഇവരുടെ ആ കാലഘട്ടത്തിലെ ഭർത്താക്കന്മാരുടെ പേരുകളായിരുന്നു പേരിന് മുന്നിൽ. ഇപ്പോൾ അവസാനം അവരുടെ ഒരു ക്രിസ്ത്യൻ പേര് വെച്ചാണ് ഇത്തവണ ജയിച്ചതെന്നും എല്ലാം ഞങ്ങളാണ് പുറത്തുവിട്ടത്. അതുപോലെ ഇവരുടെ ഇപ്പോഴുള്ള ഭർത്താവ് എന്ന് പറയുന്നത് നിലമ്പൂരിലെ ഒരു തടി വ്യവസായിയായ ഒരു മുസ്ലിം വ്യവസായിയുടെ രണ്ടാമത്തെ മകളെ പിഴപ്പിച്ച് ഗർഭിണിയാക്കി ഒരു കുട്ടി ഉണ്ടാക്കി കടന്നു കളഞ്ഞ വ്യക്തിയാണെന്നും ആ കുടുംബം കൊച്ചി മേയറുടെ സത്യപ്രതിജ്ഞയുടെ ആ ദിവസം ആ സ്ഥലത്തെത്തുമെന്നും എല്ലാം ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. യഥാർത്ഥത്തിൽ A ഗ്രൂപ്പ് തമ്മിൽ വാഗ്വാദം നടക്കുന്നു, I ഗ്രൂപ്പ് വേറൊരാൾക്ക് വേണ്ടി പിടിക്കുന്നു, സഭ വേറൊരാൾക്ക് വേണ്ടി പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് തുടക്കം മുതൽ തന്നെ ഈ മേയർ സ്ഥാനാർത്ഥിയായി കേക്കച്ചൻ പ്രഖ്യാപിച്ച ഈ സ്ഥാനാർത്ഥി ഇന്ന് പിന്നേക്ക് പോകുന്നുവെങ്കിൽ അതിന്റെ കാരണം മറ്റൊന്നുമല്ല. നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ KC വേണുഗോപാൽ പോലും പേടിച്ച് ഒരക്ഷരം പോലും മിണ്ടാതെ ഈ കേക്കച്ചന്റെ ചൊൽപ്പടിക്ക് നിന്ന് ഇവരെ മേയർ സ്ഥാനാർത്ഥിയാക്കുവാൻ സമ്മതം മൂളി എന്ന് പറയുമ്പോൾ ഇവരുടെ പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവരുടെ ആ ഭർത്താവിന്റെ സ്ഥാനത്തുള്ള ആളെ ഇവന്മാരുടെ എല്ലാം ബിനാമിയാണ്. കർണാടക കേന്ദ്രീകരിച്ചുള്ള ഖനന വ്യവസായം വരെ ചെയ്യുന്ന ഒരു താപ്പാനയായി മാറിക്കഴിഞ്ഞു. ഈ UDF പാഞ്ചാലി 2 മുറി വാടക വീട്ടിൽ വണ്ടിക്കൂലിക്ക് പോലും മാർഗമില്ലാതെ നടന്ന ആ കാലഘട്ടത്തിൽ നിന്നും ഇന്ന് കോടീശ്വരിയായി മാറുകയും ഓരോ ദിവസവും 10,000-ൽ പരം രൂപ പുതിയ സാരികൾക്കും മേക്ക് ഓവറിനും വേണ്ടി ചിലവാകുന്ന ആ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ കേക്കച്ചനാണ്. കാരണം ആ കേക്കച്ചന്റെ എല്ലാ തരത്തിലുമുള്ള പങ്കാളിയാണ് ഇവർ. കേക്കച്ചന്റെ ഏറ്റവും വലങ്കൈയാണ് ഇവർ. അതുപോലെ തന്നെ അമൂൽ കുട്ടൻ, അതുപോലെയുള്ള KC വേണുഗോപാൽ അടക്കമുള്ള പല മുതിർന്ന നേതാക്കന്മാരും ഇന്ന് കേക്കച്ചന്റെ അടിമയാകുവാൻ കാരണം ഈ UDF പാഞ്ചാലിയെ മുന്നിൽ നിർത്തിയാണ്. ഇവർക്കെതിരെ ഒരു അക്ഷരം മിണ്ടുവാൻ ഇന്ന് UDFിലെ പല മുതിർന്ന നേതാക്കന്മാർക്കും നാവ് പൊങ്ങില്ല. അതിന്റെ കാരണം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അപ്രകാരം വലിയൊരു ഓപ്പറേഷനാണ് ഇവരെ മുന്നിൽ നിർത്തി ഈ കേക്കച്ചൻ നടത്തിയത്. ആ ഓപ്പറേഷൻ വിജയിക്കുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഏതാണ്ട് 42ഓളം സീറ്റുകൾ UDFിന് കൊച്ചി കോർപ്പറേഷനിൽ ലഭിച്ചു. അതിൽ ആ പാർലമെന്ററി പാർട്ടി നേതാക്കളുടെ ആ വിജയിച്ചവരുടെ ഒരു യോഗം ചേർന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 19ഓളം പേർ ഷൈനി മാത്യുവിന് വേണ്ടി വോട്ട് ചെയ്തു.
അതുപോലെ 17 പേർ VK മിനിമോൾ മേയറാകണമെന്ന് പറഞ്ഞു. വെറും 4 പേർ മാത്രമാണ് ഈ കേക്കച്ചൻ്റെ ഈ UDF പാഞ്ചാലിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തത്. ഇവരെ മേയറാക്കിയേ അടങ്ങൂ എന്നുള്ളത് ഈ കേക്കച്ചൻ്റെ ഒരൊറ്റ പിടിവാശിയാണ്. ഏതാണ്ട് 26 സീറ്റുകൾ ലത്തീൻ കത്തോലിക്കർ അവിടെ മത്സരിച്ച് വിജയിച്ചു. 4 രൂപതകളിലായി കൊച്ചിയിലെ തന്നെ വളരെയേറെ ലക്ഷങ്ങൾ താമസിക്കുന്ന പല രൂപതകളിൽപ്പെട്ട ആ രൂപത ബിഷപ്പുമാരടക്കം തങ്ങളുടെ സമുദായത്തിൽ നിന്നും ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്, അതുകൊണ്ട് ഞങ്ങളുടെ സമുദായത്തിൽ നിന്നും 26 പേർ വിജയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ മേയർ സ്ഥാനാർത്ഥി ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് ആകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവരെ കളിയാക്കി, സാധാരണഗതിയിൽ ഈ കേക്കച്ചൻ്റെ ഒരു കളിയാക്കി ഒരു ചിരിയുണ്ടല്ലോ, അപ്രകാരം പറഞ്ഞു, അങ്ങനെ സമുദായ പ്രമാണിമാരൊന്നും ഞങ്ങളുടെ കാര്യം നോക്കാൻ വരണ്ട, ഞങ്ങളുടെ ബോധ്യമനുസരിച്ച് ഞങ്ങൾ തീരുമാനിക്കും അവരെ ആക്കത്തുള്ളൂ, ആരൊക്കെ ഏതൊക്കെ സാമുദായിക സംഘടനകൾ പറഞ്ഞാലും ശരി അതൊന്നും ഞങ്ങൾ ചെവിക്കൊള്ളില്ല, ഞങ്ങൾ വിചാരിക്കുന്നവരെ മാത്രമേ ആക്കത്തുള്ളൂ എന്ന് കേക്കച്ചൻ പത്രസമ്മേളനം നടത്തി കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്നാൽ അത് തന്നെ ഒന്ന് കണ്ടറിയണം എന്ന തരത്തിൽ സഭ ശക്തമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിനകത്തെ A ഗ്രൂപ്പോ I ഗ്രൂപ്പോ കളിയൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഇത്രയും കളങ്കതയായ ഒരു സ്ത്രീയെ കൊച്ചി നഗരസഭ പോലുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തെ നഗരാധിപ ആക്കുക എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന് തന്നെയാണ് നാണക്കേട്. ഇവരെ മുന്നിൽ നിർത്തി വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് LDFന് സംഭവിച്ചത് കണ്ടു. ഒരു കളിപ്പാവയെ മുന്നിൽ നിർത്തി 5 വർഷം കൊണ്ട് ഇവന്മാരുടെ കട പൊട്ടുക്കുന്ന അവസ്ഥ ഉണ്ടായി. അതുപോലെ അവിടുത്തെ പാർലമെന്ററി പാർട്ടിയുടെ താല്പര്യം നോക്കാതെ, വിജയിച്ചു വന്ന ആ ജനപ്രതിനിധികളുടെ താല്പര്യം പരിഗണിക്കാതെ കേക്കച്ചന്റെ ഇഷ്ടക്കാരിയായ, കേക്കച്ചന്റെ ബിനാമിയായ ഈ UDF പാഞ്ചാലിയെ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചാൽ വരും ദിവസങ്ങളിൽ അത് കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇവരുടെ സകല ഇടപാടുകളും കച്ചവടങ്ങളും ഈ നേതാക്കന്മാരുമായിട്ടുള്ള അവിശുദ്ധ ബന്ധങ്ങളുമെല്ലാം പുറത്തു വരും. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് UDFനെ സാരമായി ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ അവസാന നിമിഷവും കേക്കച്ചൻ തൻ്റെ കേക്കച്ചിക്കായി ശക്തമായി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ ശക്തമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേക്കച്ചനും ഇയാളുടെ ഗുണ്ടയായ ശിങ്കിടിയായ ആ ഷിയാസും അതുപോലെ തന്നെ ഹൈബിയുടെ എന്ന് പറയുന്ന ആ പിതാവ് മരിച്ച ആ ആശ്രയ നിയമനം ലഭിച്ച അവനും എല്ലാം കൂടി ഒരു കോക്കസ് അവിടെ ഉണ്ടാക്കി ഇവരുടെ നേതാവാക്കി ഇവരുടെ പ്രിയങ്കരിയായ ആ UDF പാഞ്ചാലിയെ അവിടെ പ്രതിഷ്ഠിച്ച് 10,000-കണക്കിന് വരുന്ന ആ കോടികൾ കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ വെട്ടാമെന്ന് വ്യാമോഹിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിനെതിരെയാണ് വളരെ ശക്തമായ പ്രതിഷേധം കൊച്ചിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെ നീങ്ങിയാൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് VK മിനിമോൾ ആദ്യത്തെ 2.5 കൊല്ലം ആകണമെന്നും തുടർന്ന് ഷൈനി മാത്യു ആകണമെന്നുമാണ് ഒരു ജനങ്ങളുടെ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്ററി മെമ്പർമാരുടെ ഒരു താല്പര്യം. ഇതിനു മുമ്പും ഷൈനി മാത്യുവിന് ഒരവസരം വന്നിരുന്നു മേയറായി. പക്ഷെ അന്ന് മേയറായത് സൗമിനി ജെയിൻ ആയിരുന്നു. 2.5 വർഷത്തിന് ശേഷം അവർക്ക് അവസരം കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും ഷൈനിക്ക് ആ അവസരം ലഭിച്ചില്ല. സൗമിനി ജെയിൻ 5 വർഷവും പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് അവസാനം വലിയ വാഗ്വാദമായി ഉമ്മൻചാണ്ടി സർക്കാർ അടക്കം ഇടപെട്ടാണ് ആ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടായത്. സൗമിനി ജെയിൻ 5 വർഷം ഭരണം പൂർത്തിയാക്കിയാണ് ഇറങ്ങിയത്. എങ്കിലും കേക്കച്ചനും സംഘവും അവരെ അവസാനം ഒതുക്കി ഒന്നുമല്ലാതാക്കി. ഇപ്പോൾ ഇവരുടെ കളിപ്പാവകളായ കുറേ പേരെയാണ് തെരഞ്ഞെടുപ്പിന് നിർത്തിയത് എന്നത് വാസ്തവമാണ്. അതിൽ തുടക്കം മുതൽ തന്നെ ഈ UDF പാഞ്ചാലി ആയിരിക്കും കൊച്ചി നഗരസഭയുടെ മേയർ എന്ന തരത്തിൽ അവർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇത്രയും കളങ്കിതയായ ഒരു സ്ത്രീയെ ഓർക്കുക, ഈ പാർട്ടിക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് നിന്ന തോറ്റത് ഈ കേക്കച്ചന്റെ കളിപ്പാവയായി ഓരോരുത്തരെയും വെട്ടിവീഴ്ത്തുവാൻ തേൻകണി ഒരുക്കിയത് കേക്കച്ചൻ ഇവരെയാണ്. നമ്മുടെ അറിവിൽ തന്നെ ഇപ്പോൾ തന്നെ 3 വിവാഹങ്ങൾ കഴിക്കുകയും പലരുമായി ലിവിംഗ് ടുഗദറിൽ കാലാകാലങ്ങളോളം ജീവിക്കുകയും ഇതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണെങ്കിൽ പോലും ഇപ്രകാരം ഒരു സ്ത്രീയാണോ, ഇപ്രകാരം ഒരു കളങ്കിതയായ ഒരു സ്ത്രീയാണോ കൊച്ചി നഗരസഭയുടെ അധിപയായിട്ട് വരേണ്ടത് എന്ന് ജനങ്ങൾ തീരുമാനിക്കുക. അതിലെല്ലാം ഉപരി ഇവരെ മുന്നിൽ നിർത്തി, ഇവരെ ഒരു കളിപ്പാവയായി നിർത്തി കേക്കച്ചന്റെ ബിനാമിയാക്കിക്കൊണ്ട് ഇവരെ ആ കൊച്ചിയെ അടിമടലം കട്ടുമുടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കേക്കച്ചനും സംഘവും ഇതിന്റെ പിന്നിൽ ഇപ്രകാരം ഒരു പദ്ധതിയുമായി വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ അവസാന നിമിഷവും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്രയും പ്രതിഷേധം ഉയരുമ്പോൾ പോലും അവസാന നിമിഷവും കേക്കച്ചൻ തൻ്റെ പ്രിയതമ ആ പദവിയിൽ എത്തുവാൻ വേണ്ടി പരിശ്രമിച്ചിരിക്കുകയാണ്. കാരണം
1.25 ലക്ഷം രൂപയുടെ മൈസൂർ സിൽക്സിന്റെ സാരി, ഗോൾഡൻ ജെറിയുള്ള സാരി മേടിച്ചു വെച്ചിരിക്കുകയാണ്. ആ സാരി ഉടുത്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണുവാൻ അദ്ദേഹം കാത്തിരിക്കുകയാണ്. അതിൻ്റെ റീൽസ് ഇറക്കുവാൻ വേണ്ടി അയാൾ കാത്തിരിക്കുകയാണ്. ആ സാരി കൊണ്ട് പ്രയോജനം ഉണ്ടാകുമോ, അതോ ആ സാരി ഉടുത്ത് കാണികളുടെ ഇടയ്ക്കിരുന്ന് ഈ UDF പാഞ്ചാലി ആ ചടങ്ങ് കാണുമോ എന്ന് നമുക്ക് കണ്ടറിയാം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.